എൻ്റെ പേര് സന്ധ്യ. ഞാൻ 3 വർഷം മുന്നെയാണ് നമ്മളിവിടെ ചർച്ചിൽ വന്നത്. നമ്മുടെ നെയ്ബർ ലിൻസി ചേച്ചി പറഞ്ഞാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ പള്ളിയിൽ ചർച്ചിൽ ആദ്യമായിട്ട് വരുന്നത് ഫാമിലിയായിട്ട്. അവരോട് അഡ്രസ്സ് എല്ലാം മേടിച്ചിട്ട് ചേച്ചി ഞങ്ങളോട് പറഞ്ഞ് ഇവിടുത്തെ മാസം ഒന്ന് കൂട് സന്ധ്യ എന്ന് പറഞ്ഞു. അപ്പോൾ കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന കാലമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു കോവിഡ് ടൈമിൽ. അത് കഴിഞ്ഞ് തന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിന് ജോലിയിലും എല്ലാം ഹോട്ടൽ മാനേജറായിട്ടാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ കോവിഡ് ടൈമിൽ ഒത്തിരി അവർക്ക് പേഴ്സൻ്റെ ശമ്പളം എല്ലാം കട്ടാകുകയും ഫാമിലി ഒത്തിരി ബുദ്ധിമുട്ടും പിന്നെ അച്ഛനും അമ്മയുടെയും വേർപാടും അതെല്ലാം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചേച്ചി വന്ന് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഇവിടുത്തെ മാസം അറ്റൻഡ് ചെയ്ത് സന്ധ്യയെന്ന്. അങ്ങനെ ഞങ്ങൾ അവരോട് ഇവിടുത്തെ അഡ്രസ്സ് മേടിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വരുക മക്കളെയായിട്ട് ഞങ്ങളിവിടെ വരികയും ചർച്ചിൽ വന്ന് ഇവിടെ ചർച്ചിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു സന്തോഷവും റിലീഫുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഹസ്ബൻഡ് എന്നോടും അതേ തന്നെയാണ് തിരിച്ച് പറഞ്ഞതും. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇത് നമ്മൾ ഈ ഭൂമിയിൽ കണ്ട സ്വർഗമാണ് നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ചർച്ച് എന്ന് പറയുകയും ഞങ്ങളെല്ലാ മാസവും പിന്നെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറുകയും മാതാവ് ഞങ്ങളുടെ കൂടെ കൈപിടിച്ച് ഓരോ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് അത് അഭിമുഖീകരിച്ച് വരാനും ഞങ്ങൾക്കത് സാധിച്ചു. നമ്മളിവിടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസിൽ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഡേവിസ് അച്ഛൻ്റെ മാസിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് നിന്നാൽ മതി. നമ്മളെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഡേവിസ് അച്ഛൻ കൂട്ടിയിട്ടെത്തിക്കും. അവിടെ കുഞ്ഞു മക്കളായാലും ശരി, എത്ര വയസ്സായാലും ശരി, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ശരി, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെ ദൈവ സന്നിധിയിലും ദൈവത്തിലേക്കും അടുക്കാൻ ഡേവിസ് അച്ഛൻ നമ്മളെ അത്രമാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഡേവിസ് അച്ഛൻ്റെ ഓരോ കുർബാനയും അത്രമാത്രം ശക്തമായ പ്രയറുകളും ആണ്. അതിന് ഡേവിസ് അച്ഛനോട് ഒത്തിരി നന്ദിയുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. മാതാവ് ഞാൻ അന്നും മുതൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഹസ്ബൻഡിന് ജോലിയിലും കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോയേക്കാന്ന് വഴി വിചാരിച്ച് സ്കൂൾ ഫീസ് കെട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ സാലറി ഞങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒത്തിരി അടുത്ത് ആപ്ലിക്കേഷനൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഒന്നും ഞങ്ങൾ വിചാരിച്ച കുട്ടി കിട്ടിയില്ല. ഇവിടെ വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ദൈവവചനങ്ങൾ ഞങ്ങൾ വായിച്ച് 17 ദിവസമായപ്പം ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിൽ നിന്ന് ജോലിക്ക് വിളിക്കുകയും അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലി കിട്ടുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് മക്കളെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് പഠിപ്പിക്കാൻ പറ്റി. പിന്നെ മക്കളെ ഇവിടെ ക്യാറ്റിസം ഞങ്ങൾ വിചാരിച്ചു കൂട്ട് ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ക്യാറ്റിസം ചർച്ചിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ കിട്ടുന്ന പോലെ ഇവിടെ ബാംഗ്ലൂർ കിട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടി. ഞങ്ങളുടെ മക്കൾക്ക് ഹോളി കമ്മ്യൂണിയൻ അത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. മോനാണെങ്കിൽ ഒത്തിരി താമസിച്ച ഹോളി കമ്മ്യൂണിയൻ എടുക്കാൻ പറ്റിയത്. ദേവസച്ചൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, അതിന് ഒത്തിരി നന്ദി. മാതാവ് ഇവിടെ വന്ന് എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ഉണ്ട്. പിന്നെ ദേവസച്ചൻ നമ്മൾ ഈ ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സും എല്ലാ കുഞ്ഞു മക്കളും മുതൽ എല്ലാവർക്കും അച്ഛൻ കെയർ കൊടുക്കുകയും ജീസസ് നമ്മളെ ചേർത്ത് നിർത്തുന്നോട്ട് അച്ഛൻ ഓരോരുത്തരെയും ചേർത്ത് നിർത്തി ഓരോ കുടുംബത്തെയും ഒരു ബർത്ത്ഡേ ആവട്ടെ നമുക്ക് എത്ര വിഷമിച്ചിരുന്നാലും അച്ഛൻ വിളിച്ച് വിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബർത്ത്ഡേ ഫുള്ളായി. നമ്മുടെ മക്കൾക്കും നമുക്കും സ്വന്തം ബന്ധുവെന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ ചർച്ചിലെ ദൈവജനങ്ങളും നമ്മുടെ ദേവസച്ചനും മാത്രമാണ്. ഞാൻ ഈ പറയുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഈ ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സിനും പറയാനുള്ളത്. ദേവസച്ചൻ നമുക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു വ്യക്തിത്വം ഉള്ളതും ആത്മാർത്ഥതയായിട്ടും നമ്മൾ നോക്കുന്നേക്കാൾ കൂടുതൽ നമ്മുടെ മക്കൾക്ക് കെയർ കൊടുക്കുകയും ശ്രദ്ധിക്കുകയും പലപ്പോഴും നമ്മൾ വന്ന് കുർബാനയിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ തിരിഞ്ഞ് നമ്മളെ കൂടെ നോക്കാതെ ഓടുന്ന ജീവിതമാണ്. പക്ഷേ ഒരു കുർബാനയിൽ വന്നു കഴിയുമ്പം നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും, നമ്മുടെ മക്കളെപ്പറ്റി നമ്മുടെ കുടുംബത്തെപ്പറ്റി. അതെല്ലാം എനിക്ക് ഇവിടെ വന്ന് ഓരോ പ്രാവശ്യം അനുഭവപ്പെട്ടും ഞാൻ ഓരോ കുർബാനയ്ക്ക് വരുമ്പോഴും ഒത്തിരി വിഷമങ്ങളോടൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞ് കുർബാന കൂടി കഴിയുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്കാണ് ഓരോ പ്രാവശ്യം പോകുന്നത്.
അതിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും നമ്മൾക്ക് ജീസസിനെ കാണാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ചർച്ചിലുള്ള എല്ലാവർക്കും ദേവസച്ചൻ്റെ പ്രസൻസിൽ നമുക്ക് ജീസസിനെ കാണാൻ പറ്റും, നമ്മുടെ കുഞ്ഞു മക്കൾക്ക്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള നമ്മുടെ ഈ ജീവിതം ഭയങ്കര തിരക്കേറിയ ജീവിതവും പിന്നെ നമ്മൾ ആരുമായിട്ട് എങ്കിലധികം ആകാത്ത ഒരു എല്ലാവർക്കും ആകാനൊരു ബുദ്ധിമുട്ടും, മക്കളെ നമുക്ക് ആരെല്ലാം കൂടി വിശ്വസിച്ച് അയക്കാനോ ഒരു സ്ഥലത്ത് പോകാനോ ഒക്കെ ഒരു ടെൻഷൻ എല്ലാ അച്ഛനും അമ്മമാർക്കും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഈ ചർച്ചിൽ വന്നത് പിന്നെ അതെല്ലാം റിലീഫാവുകയും അവർക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുകയും ഞങ്ങൾക്കും ഒരു കുടുംബ കൂട്ടായ്മയും എല്ലാവരുമായിട്ട് മിണ്ടുവാനും എങ്കിലാകുവാനും പിന്നെ ഫാമിലി വാർഡിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അന്വേഷിക്കുകയും ചോദിക്കാനും പറയാനും നമുക്ക് ആരോ ഉണ്ടെന്നൊരു തോന്നൽ. പിന്നെ ഈ 10 വർഷം നമ്മുടെ ചർച്ച് പണിഞ്ഞ് 10 വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് നമ്മുടെ ദേവസച്ചനും നമ്മുടെ ഇടവകയിലുള്ള എല്ലാ ജനങ്ങൾക്കും സിസ്റ്റേഴ്സ്, കൊച്ചച്ചന്മാർ, വന്ന് 3ാമത്തെ കൊച്ചച്ഛനാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. എല്ലാ അച്ഛന്മാർക്കും നല്ല അച്ഛന്മാരെ ഇവിടെ കിട്ടി. എല്ലാത്തിനും ഒത്തിരി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിർത്തും. Thank you, Jesus. Thank you, Jesus. Praise the Praise Lord. the Lord.